പോക്ക് പറഞ്ഞ നല്ല മലങ്കൾട്ട് പടന്നാണ്. മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പടം തന്നെ എടുത്ത് പുള്ളി ഇത്ര രീതി പറഞ്ഞത്? കിട്ടാതെ പോയ വയനാട്ടില് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് ഈ സിനിമക്ക് കമ്മിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് അവർക്ക് ഈ ദുരിതാശ്വാസ നിധിനെ കുറിച്ചോ വയനാട്ടിലെ സംഭവം അതിന് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ ഒരു സംഭവമായിട്ട് അവർക്കൊരു ബന്ധമില്ല, അവർക്ക് അറിയില്ല. ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. അത് ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം അത് അശ്വന്ത് കോക്കിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അശ്വന്ത് കോക്ക് ഇതിന് നല്ല പടങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത മലങ്കൾട്ട് പടങ്ങളൊക്കെ പുള്ളി നല്ലപോലെ വലിച്ചു കീറിയിട്ടുമുണ്ട്. അഖിൽമാരോട് വിരോധം കൊണ്ടൊന്നുമല്ല. അഖിൽമാരോട് നല്ല രീതിയിൽ സംവിധാനം ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ അഭിനയിച്ചാലും പുള്ളി നല്ലതെന്ന് പറയുള്ളൂ. അത് വൃത്തിവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ല അശ്വന്ത് കോക്ക്. പിന്നെ പറഞ്ഞ അഖിൽമാരാർ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ചേർക്കാൻ പറ്റിയൊരു പഴയ മലയാള സിനിമയിൽ മലയാളം പുസ്തകത്തിലൊക്കെ അർത്ഥം എഴുതൂലേ. അപ്പം അഖിൽമാരാർ എന്ന് പറയുമ്പോൾ എനിക്ക് സമൂഹം ഇട്ടിട്ട് അർത്ഥം എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അവസരവായി എന്നുള്ളതാണ്. കാരണം പുള്ളി പണ്ട് ഈ ബിഗ് ബോസിനെ കുറിച്ച് ഭയങ്കര ഒരു കാസ്റ്റിംഗ് കൗച്ച് എടുത്താൽ മറ്റേതെടുത്താൽ ഇതൊക്കെ എടുത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു കീറി വിട്ടതിന് ശേഷം പിന്നീട് ഈ സീസണിൽ ബിഗ് ബോസ് വിളിച്ചപ്പോൾ ഒരു നാണവും ഇല്ല മാനവും ഇല്ല പുള്ളി വിളിച്ചപ്പോൾ അതുപോലെ തന്നെ കയറി ചെന്ന് പോയി. അതുപോലെ മറ്റേ ഈ സിനിമ എനിക്ക് ഓർമ്മ മാലയോഗത്തിനകത്ത് ഭ്രാന്ത് കാണിച്ചു കിടന്ന കൊച്ചിങ്ങിനിപ്പോൾ ഭ്രാന്ത് കാണിച്ചിട്ട് തിലകം എന്നൊരു വിളിക്കുമ്പോൾ പോണവരെ അങ്ങ് പോയി. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിനെക്കുറിച്ച് ഭയങ്കര കുറ്റം പറഞ്ഞിട്ട് പുള്ളി 2 ലക്ഷം രൂപ അടിച്ചു എന്തൊക്കെ ഇനി പറയണേ. അതുപോലെ ഇപ്പോൾ ആ സിനിമയിലൊക്കെ കിടന്ന് അഭിനയിച്ചിട്ട് എന്നെ ചതിച്ചു എന്നും പറഞ്ഞു. അതിലും വേഗം പണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പം എനിക്ക് തോന്നുന്നു ഈ പുള്ളി പക്ക അവസരവാദിയായിട്ടാണ് തോന്നുന്നത്. പുള്ളിനെ താങ്ങി പിടിക്കാൻ ഈ മൈത്രേയൻ, രാഹുൽ ഈശ്വർ, അഖിൽമാരാർ ഈ പുള്ളിക്കാർ 3 എന്തും പറഞ്ഞാലും കേട്ടോണ്ടിരിക്കാൻ കുറേ എണ്ണങ്ങളാണ്. അത് അത്രയേ ഉള്ളൂ.